നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. യുവതലമുറയുടെ ഹരമാണ് ഇന്ന് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. നമ്മുടെ നിരത്തുകളിൽ എവിടെ നോക്കിയാലും ബുള്ളറ്റ് കാണാം. അത്രത്തോളം ഹിറ്റായി മാറിയിട്ടുണ്ട് എൻഫീൽഡ് എന്നർത്ഥം. ഇരുചക്രമാണെങ്കിലും നമ്മൾ സാധാരണയായിട്ട് ബൈക്ക് എന്ന് വിളിക്കാറില്ല. അത്രയ്ക്ക് റോയലായിട്ടാണ് നമ്മളിൽ പലരും ഇതിനെ കാണുന്നത്. റോയൽ എൻഫീൽഡ് ഇത്രയധികം ജനകീയമാകുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ ഒരിക്കലെങ്കിലും ബുള്ളറ്റിൽ കയറിയൊന്ന് പറക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമുണ്ടാകില്ല. പട്ടാളക്കാരും പോലീസുകാരും മാത്രം ഓടിച്ചു കണ്ടിട്ടുള്ള ബുള്ളറ്റുകൾ അടുത്ത കാലത്താണ് സാധാരണക്കാർക്കും പ്രിയമായത്. ഇന്ന് ബുള്ളറ്റ് തട്ടി നടക്കാൻ പറ്റില്ല. ഇത്രമേൽ ഇഷ്ടം കൂടാൻ ഈ ബുള്ളറ്റിൽ എന്താണുള്ളതെന്നല്ലേ? ചിലർക്ക് ആ ഇരമ്പിയാർക്കുന്ന ശബ്ദമാകും, മറ്റു ചിലർക്ക് ആ റോയൽ ഗെറ്റപ്പ് ആയിരിക്കും. അങ്ങനെ പലതുമുണ്ട് റോയൽ എൻഫീൽഡിനോട് ഇഷ്ടം തോന്നാൻ. ഇന്ത്യൻ വിപണിയിൽ റെക്കോർഡ് വിൽപ്പനയാണ് എൻഫീൽഡ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 31 മടങ്ങാണ് നേട്ടം. 2016 ഏപ്രിലിനും 2017 മാർച്ചിനും ഇടയിൽ വിറ്റ ബൈക്കുകൾ എത്രയാണെന്നറിയണോ? 6.5 ലക്ഷം. അത്രയ്ക്കുണ്ട് ഡിമാൻഡ്. എന്താകും റോയൽ എൻഫീൽഡിനെ ഇത്രയധികം ജനപ്രിയനാക്കിയത്? ലുക്ക് തന്നെയാണ് എൻഫീൽഡിനെ എന്നും റോയലാക്കുന്നത്. ലുക്ക് എന്ന് പറഞ്ഞാൽ ആ റഫ് ആൻഡ് ടഫ് ലുക്ക്. ആരും ഒന്ന് നോക്കിപ്പോകും. ഒരു ബൈക്കിനും അവകാശപ്പെടാനാകാത്ത രൂപഭംഗി. ആധുനിക സാങ്കേതിക വിദ്യകൾ ചേർക്കുമ്പോഴും രൂപത്തിന് കോട്ടം വരാതിരിക്കാൻ കഴിവതും കമ്പനി ശ്രദ്ധിക്കാറുണ്ട്. ബോഡിയിൽ മെറ്റലിന്റെ പരമാവധി ഉപയോഗമാണ് എൻഫീൽഡിന്റെ മാസ് ലുക്കിന് കാരണം. മെയ്ഡ് ലൈക്ക് എ ഗൺ, ഗോസ് ലൈക്ക് ബുള്ളറ്റ്. തോക്കിൽ നിന്ന് തെറിക്കുന്ന തിര പോലെ പറക്കുന്ന വാഹനമെന്നാണ് ടാഗ് ലൈൻ. ഓഫ് റോഡ് ഡ്രൈവിംഗോ ഹിമാലയൻ മലകയറ്റമോ ഏത് റോഡായാലും ഏത് യാത്രയായാലും അതിനനുയോജ്യം. മോശമല്ലാത്ത മൈലേജുമുണ്ട്. 350 സിസിയുടെ ക്ലാസിക് ലിറ്ററിന് ശരാശരി 40 കിലോമീറ്ററും 500 സിസിക്ക് ശരാശരി 33 കിലോമീറ്ററും മൈലേജ് തരും. പുതുതരംഗമായ ഹിമാലയൻ ആകട്ടെ ഓഫ് റോഡ് ഡ്രൈവിംഗുകാരെ ഉദ്ദേശിച്ചിറക്കിയതാണ്. എത്ര കാശ് കൊടുത്തും എത്ര കാലം കാത്തിരുന്നും ഇഷ്ട മോഡൽ സ്വന്തമാക്കുന്നവരാണ് എല്ലാ കാലത്തും ബുള്ളറ്റിന്റെ വിജയശക്തി. വിന്റേജ് മോട്ടോർ സൈക്കിൾ വേണ്ടവർക്ക് അങ്ങനെയുള്ള ബൈക്കുകൾ, ഇത്തിരി മോഡേൺ ആവണമെന്നുള്ളവർക്ക് ക്ലാസിക് മോഡൽ, ഹൈവേയിൽ ചെത്തി നടക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് തണ്ടർബേർഡ്, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ഹിമാലയൻ എന്നിങ്ങനെ വിവിധ ബജറ്റിലും ലുക്കിലുമുള്ള ബുള്ളറ്റുകളുണ്ട്. ഏറ്റവും കുറഞ്ഞ വില 1.19 ലക്ഷമാണ്. കൂടിയ ഇനമായ കോണ്ടിനെന്റൽ GTക്ക് 2.17 ലക്ഷം രൂപയാണ് ഡൽഹി എക്സ് ഷോറൂം വില. ഇനി നമുക്ക് അല്പം ചരിത്രം നോക്കാം. 1891 ആൽബർട്ട് എഡിയും RW സ്മിത്തും ചേർന്ന എഡി മാനുഫാക്ചറിംഗ് കമ്പനി ആരംഭിച്ചു. ബ്രിട്ടീഷ് റോയൽ ആർമിക്കുള്ള സാധനങ്ങളാണ് നിർമ്മിച്ചിരുന്നത്. 1893 റോയൽ എൻഫീൽഡ് മോട്ടോർ കമ്പനി ആരംഭിച്ചു. പീരങ്കിയുടെ ചിത്രത്തിനൊപ്പം മെയ്ഡ് ലൈക്ക് ഗൺ, ഗോസ് ലൈക്ക് ബുള്ളറ്റ് എന്നായിരുന്നു ലോഗോ. 1914 ഒന്നാം ലോക മഹായുദ്ധത്തിൽ വാഹനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അന്നുതൊട്ട് ഇന്നേ വരെ പ്രചാരത്തിൽ എൻഫീൽഡ് പിന്നോട്ട് പോയിട്ടില്ല. ഒരിക്കലെങ്കിലും ബുള്ളറ്റ് ഓടിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങളിൽ പലരും. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്കും പങ്കുവെക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.